ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 37 വീക്സ് ആയി. വരുന്ന 3-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ചൊവ്വാഴ്ച PV ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കെപ്പോൾ പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ചുകൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. 1-2 സാധനങ്ങൾ അതുകൂടെ പറഞ്ഞു. അപ്പോൾ ഓരോന്നും ഞാൻ കുറച്ച് ഓൺലൈൻ വഴിയും കുറച്ച് അല്ലാതെ ഷോപ്പ് ചെയ്ത് വാങ്ങിച്ച സാധനങ്ങളാണ്. ബേബിയുടേതും എൻ്റെതും. അപ്പോൾ അതേക്കൊണ്ട് കുറച്ച് താമസിച്ച് പോയി വീഡിയോ ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ എൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. എനിക്ക് വലിയ വാങ്ങിച്ച സാധനങ്ങളാണ്. ഫസ്റ്റ് ചപ്പൽ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസാക്കാം രണ്ടെണ്ണം. പിന്നെ ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി, ഇത് ഒന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ഫീഡിങ് നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്, അത് വാഷ് ചെയ്തിട്ടേക്കുന്നു. പിന്നെ നമ്മളെ ഇന്നവേഴ്സ്, പിന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു കാമസിയുടെ ഒരു പാഡ് വാങ്ങിച്ച്. ഇത് എനിക്ക് മറ്റേ നമ്മുടെ പ്രഗ്നൻസിക്ക് യൂസ് ചെയ്യുന്ന പാഡ് ഞാൻ വാങ്ങിച്ചു. പക്ഷേ അത് ഞാൻ ഒട്ടിച്ച് നോക്കിയപ്പോൾ അത് ഭയങ്കര വലുത്. എനിക്ക് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം നമുക്ക് പിന്നെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ 2 തോർത്ത് വാങ്ങിച്ചു, 2 പിന്നെ 2 കൈലി. ഇത്രേ ഞാൻ എനിക്കായിട്ട് കരുതിയിട്ടുള്ളൂ. പിന്നെ കാണിച്ചു. പിന്നെ കുളിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളും, പിന്നെ ബ്രഷ്, അത്രേ ഉള്ളൂ. അങ്ങനത്തെ അല്ലറ ചില്ലറ നമ്മുടെ ഡെയിലി റുട്ടീനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അത്രയും വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇനി ബേബിക്ക് എന്തൊക്കെ വാങ്ങിച്ചെന്ന് നോക്കാം. ചെയ്യണമല്ലാതെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ വലിയവരത് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പോഴേ ഒന്നും വാങ്ങിച്ചു വെക്കേണ്ടെന്നാണ് അവർ പറയണത്. പക്ഷെ നമ്മൾ ആ സമയത്ത് കിടന്ന് ഓടണേക്കാളും നല്ലത് ഇപ്പോഴേ വാങ്ങിച്ചു വെക്കണതായിരിക്കും. അത്യാവശ്യ സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല. ഇത് വന്നിട്ട് വെള്ള മുണ്ട്, ബേബിക്കുള്ള വെള്ളമുണ്ട്. അത്യാവശ്യം എനിക്ക് വേണ്ടി വന്ന ഉള്ള വെള്ളമുണ്ട് ഇത്. പിന്നെ വന്നിട്ടൊരു ഡ്രസ്സിങ് ടവർ. ഞാൻ ഇങ്ങനൊരു കവർ വാങ്ങിയതിൽ എല്ലാത്തിലും പാക്ക് ചെയ്തു കേട്ടോ. കാര്യം അപ്പം എല്ലാം കൂടെ വലിച്ചു വാരി ഇടണേക്കാളും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് എടുത്താൽ മതി. ഫസ്റ്റ് ഇതൊക്കെ ആവശ്യം വരും. പിന്നെ ആടിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ കാണുമല്ലോ. ഡ്രസ്സിങ് ടവർ ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ഷോപ്പിൽ നിന്നാണ്. നമ്മളവിടെ ആറ്റിങ്ങിൽ മോമീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ വന്നിട്ട് പിന്നെ ഇതൊരു ക്യാപ്പ് വരുന്ന അതേപോലത്തെ ഒരു ടവലാണ്. ഇത് ഞാൻ ഓൺലൈൻ വഴി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ കാണിച്ച് ഇങ്ങനെ സ്ട്രോബെറിയുടെ പ്രിൻ്റൊക്കെ വരുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഫേസ് ടവൽ, ബേബീസിൽ നിന്നുള്ള ഫേസ് ടവൽ. ഇത് ഞാൻ ഇതിനകത്ത് ഒരു റിസീവിങ് ടവലും പിന്നെ മറ്റേ കുട്ടി ഉടുപ്പും കുഞ്ഞു സോക്സും കയ്യിലിടുന്ന അത് എല്ലാം കൂടെ സെറ്റ് വരുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. കൊള്ളാം. മീഷോയിൽ വില കുറച്ചാണെങ്കിലും പ്രോഡക്റ്റ് കൊള്ളാം. പിന്നെ ഇത് നമ്മുടെ എന്താ എൻ്റെ പറയുന്നത്, ജെംസ് സ്യൂട്ടാണോ അങ്ങനെ അല്ല, കാല് കവർ ചെയ്ത് കിടക്കുന്ന ഇത് ആ ഒരു ഡ്രസ്സ് കാണിച്ചു തരാം. ഈ ഒരു
ഇതൊരെണ്ണം വാങ്ങിച്ച്. റാമ്പ് അങ്ങനെ എന്തുവാണ് പറയുന്നത്. ഇതേപ്പറ്റേക്ക് പിന്നെ വരുന്നത് ഇതും ഇപ്പോഴത്തെ ഒരു കുട്ടി ഉടുപ്പ്. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കവർ മാറ്റി കിട്ടുന്നുള്ളൂ, മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ 2 പൈപ്സ് നമുക്ക് അത്യാവശ്യമാണല്ലോ. അത് ഞാൻ 2 പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ബൈ 1 get 1 ഫ്രീ ആ ഒരു ഇതിൽ വാങ്ങിച്ചതാണ്. 100 സംതിങ്ങേ ആയുള്ളൂ, എനിക്ക് 198 രൂപയാകുള്ളൂ. അത് അത്യാവശ്യം കൊണ്ട് വാങ്ങിച്ചു. പിന്നെ ഇത് റാഷസൊക്കെ വരാതിരിക്കാനുള്ള കരുതിയത് ഞാനത് വാങ്ങിച്ചു. പിന്നെ ചെറിയ ക്യാപ്പ് ഇതൊക്കെ വരണം. ഇത് പിന്നെ ന്യൂ ബോൺ സൈസും ഉണ്ട്, അല്ലാത്ത സൈസും ഉണ്ട് കേട്ടോ. അപ്പം ഇതെനിക്കിഷ്ടപ്പെട്ട് ഞാൻ എടുത്ത്. പിന്നെ ന്യൂ ബോണിനുള്ള അപ്പോൾ യൂസ് ആക്കാനുള്ള ആ സൈസും ഉണ്ട്, ചെറിയ സൈസ് വരുന്നതുമുണ്ട്. ഇത് വാങ്ങിച്ചു. പിന്നെ ഒരു ഷീറ്റാണ്. ഷീറ്റ് നമുക്ക് അത്യാവശ്യം വലിയ ഷീറ്റ് വെച്ച് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു ക്യാപ്പ് വരുന്ന ഒരു ഷീറ്റ് അത് വാങ്ങിച്ചു. ഡ്രൈ ഷീറ്റ് അങ്ങനെ ഇരിക്കുന്നു. ബേബീസ് യൂറിൻ പോകുമ്പോഴത്തേക്ക് അവർക്കുള്ള സംഭവം അത് വാങ്ങിച്ചു ഒരെണ്ണം. പക്ഷെ അത് ഞാൻ ഒരെണ്ണേ വാങ്ങിച്ചോളൂ. പുറത്ത് വാങ്ങിക്കണേക്കാളും നല്ലത് ഓൺലൈൻ വഴി വാങ്ങിച്ച നല്ലതായിരിക്കും. കാര്യം പുറത്ത് ഇത് ഒരെണ്ണത്തിന് 185 രൂപയാണ്. ഇതൊക്കെ മീഷോയിൽ നിന്ന് ആ ഒരു റേറ്റ് കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ 2-3 ഒക്കെ ഒരുമിച്ച് കിട്ടും. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതൊരെണ്ണേ ഞാൻ വാങ്ങിച്ചോളൂ. പിന്നെ നമുക്ക് വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നുള്ളത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഇത് മുണ്ട് കീറി മടക്കിയത്, അമ്മ കീറി തന്നത്. ഇത് മറ്റേത് നമ്മൾ ഹോസ്പിറ്റലിൽ ചോദിക്കുമല്ലോ ക്ലീൻ ചെയ്യാനായിട്ട്, ഒട്ട് വാങ്ങി ചോദിക്കുമ്പോൾ കൊടുക്കാനും. പിന്നെ ഇത് നമുക്ക് അഡ്മിറ്റായി നല്ലതാണ് അങ്ങനെ അത്. അപ്പം അത്രയേ ഉള്ളൂ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത്. ഇനി ഞാൻ വാങ്ങിച്ചതിൽ കാണിക്കാൻ വിട്ടുപോയത് വന്നിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തേക്കണേ ഉള്ളൂ. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞൂടാ, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞൂടാ. ഞാൻ ഒരു കാരിയർ ബാഗും നെറ്റ് ബെഡും ഞാൻ അടുത്ത വീഡിയോയിൽ പറ്റുമെങ്കിൽ അങ്ങനെ കാണിക്കാം. അത് വന്നില്ല, അപ്പോൾ അതും വാങ്ങിച്ചു ഓർഡർ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം അതിൻ്റെ പേരെനിക്കറിയാൻ വയ്യ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കുമ്പോൾ മനസ്സിലായില്ലേ ആ സംഭവം, ഒരു ബാഗ് ഇങ്ങനെ ബാക്കിൽ ക്ലിപ്പൊക്കെ ഉള്ള അത് ഓർഡർ ആക്കിയേക്കുന്നേ ഉള്ളൂ, വന്നില്ല. അത് വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്ര ഇനി അത്യാവശ്യ സാധനങ്ങളുണ്ട്. അത് ചിലർ കൊണ്ടുപോകും, പക്ഷേ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനുള്ള സാഹചര്യമൊന്നുമില്ല. കാറ് ഹോസ്പിറ്റലൊക്കെ അടുത്തുള്ളവർ, കാറുള്ളവർ, അവരൊക്കെ ആണെങ്കിൽ അത് എന്താണ് ബക്കറ്റ്, കപ്പ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഹോസ്പിറ്റൽ അടുത്ത് തന്നെ, പിന്നെ അതിനകത്ത് തന്നെ കാണുമല്ലോ അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ, അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ, പിന്നൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ബാക്കി ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ബാക്കി വിശേഷങ്ങൾ പറയാം. പിന്നെ എനിക്ക് എങ്ങനെ യൂസ്ഫുള്ളായ കാര്യങ്ങളൊക്കെ, സാധനങ്ങളൊക്കെ എങ്ങനെ യൂസ്ഫുള്ളായി എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ.